പ്രഭാഷകൻ 14:13. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക, ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ കണ്ടമാനം എല്ലാ വചനമൊന്നും പഠിക്കണ്ട. എന്താ നിങ്ങൾ വായിച്ചു നോക്കിയേ, ആവുന്നത്ര, എനിക്കിഷ്ടപ്പെട്ടത് ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക എന്നാണ് പറഞ്ഞത്. എത്ര ഉദാരമായിട്ട് പെരുമാറേണ്ടത്? ആവുന്നത്ര ഉദാരമായി അവന് പെരുമാറുക. അപ്പം ഞാൻ ഇന്നലെ ഒരച്ഛനോട് സംസാരിച്ചു. ആ അച്ഛൻ പറയാണ്, ആ അച്ഛൻ ചെറുപ്പം തൊട്ടേ പരിചയമുള്ളൊരു ഹൈന്ദവ ഫാമിലിയുണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബമുണ്ട്. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചപാവങ്ങളാണ്. ഈ ഫാമിലി അച്ഛൻ്റെ പള്ളീനെ ഒരുപാട് പള്ളി അടിച്ച് തുടച്ച് വൃത്തിയാക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തോ ആ പള്ളീനെ, അച്ഛനിരുന്ന സ്ഥാപനത്തിനെ ഒരുപാട് അധ്വാനിച്ച് സഹായിക്കുന്ന ഫാമിലിയാണ്. ജോലിക്കാർ, സ്റ്റാഫല്ല, ഒരിങ്ങനെ ക്ലീനിങ് ഒക്കെ പോലെയുള്ള ഇതാണ്. അപ്പോൾ അതിനൊരു കുട്ടിയുണ്ട്. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലുണ്ട്, ഇവർക്ക് ആ കുട്ടിയുടെ കല്യാണത്തിന് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ 2 പവൻ സ്വർണം, പിന്നെ ഒരു 5-8 സാരി ഈ കുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കണം നേരെ തന്നെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. അച്ഛൻ ട്രാൻസ്ഫറായി പോകും. അച്ഛന്മാർ സ്ഥിരം ഇരിക്കില്ല, മാറി മാറി പോകും. അപ്പോൾ ട്രാൻസ്ഫറാണ്, മുമ്പ് ഇതൊക്കെ കൊടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്താണ്, അവർക്ക് വീടും സ്ഥലമൊന്നുമില്ല. എന്നാൽ അതുകൊണ്ട് പൈസ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ 10,000, 2,000, 10,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ഇങ്ങോട്ട് കൊടുക്കണം. പാവങ്ങളാണ് എന്നൊക്കെ. അപ്പോൾ ട്രാൻസ്ഫറായി പെട്ടെന്ന് ആ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് അച്ഛൻ ട്രാൻസ്ഫർ ആണെങ്കിൽ ഇതിന് കുറച്ച് പൈസ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കുടുംബത്തെ ഭരമേൽപ്പിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അച്ഛന് ട്രാൻസ്ഫർ വന്നു. ട്രാൻസ്ഫർ വന്നപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യും, ഈ കുടുംബത്തെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് സാരിയൊക്കെ വാങ്ങി സെറ്റാക്കി, 2 പവൻ സ്വർണ്ണം ഓൾറെഡി ഇരിപ്പുണ്ട്, അതും സെറ്റാക്കി, പിന്നെ കുറച്ച് പൈസ, എത്രയോ 2 ലക്ഷമോ 50 എത്ര പൈസയുണ്ട്, അതൊക്കെ സെറ്റാക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ ആകുന്നതിന് ഒരാഴ്ച മുമ്പ് ഒന്നുമില്ലാത്ത വേറൊരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞാൽ, നാളെ എൻ്റെ കല്യാണമാണ്, ഇടാനുള്ള ഡ്രസ്സ് പോലും ഇല്ല. അച്ഛൻ പറഞ്ഞു, ഇല്ല, ഞാൻ പെട്ടെന്ന് ട്രാൻസ്ഫറായി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കണ്ടാറുന്നൊക്കെ ഒരു കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ഒരു കുടുംബത്തിന് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പം ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഇനി വേറെ പുതിയ അച്ഛൻ വരുമ്പം അച്ഛനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈശോ മനസ്സിൽ നിന്ന് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു 1000 ഉറുപ്പിക എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ശരി, നീ വെയിറ്റ് ചെയ്യും, ഞാൻ 1000 ഉറുപ്പിക എടുക്കാമെന്ന് പറഞ്ഞു. 1000 ഉറുപ്പിക എടുക്കാൻ വേണ്ടി ചന്തം പറഞ്ഞു, നീ ഈ പള്ളിയെ സഹായിക്കുന്ന കുടുംബത്തിന് വേണ്ടി, ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഒരു 2 ലക്ഷം എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇത് കുട്ടിക്ക് കൊണ്ട് കൊടുക്കാം. ഇനി അച്ഛന് പൈസ ഉണ്ടാക്കാൻ വേറെ സമയമില്ല ആ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി. അച്ഛനൊരു ഭയങ്കര വിഷമമായി. അത് ഇപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത കുട്ടിക്ക് വേണ്ടി 2 ലക്ഷം കൊടുക്കണ്ടേ എന്നാൽ ശരി, അത് അവൻ്റെ കർത്താവ് പറഞ്ഞല്ലേ, അത് 2 ലക്ഷം മുഴുവനും എടുത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങണമെന്ന് പറഞ്ഞ്, അല്ല, ഈ 2 ലക്ഷമായിട്ട് ഇതിനെ ചുരുക്കണേ, ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി കുറേ സാരി മേടിച്ച് വെച്ചിട്ടില്ലേ, അത് ആ പിറ്റേഴ്ച പോണതിന് 2 ദിവസം മുമ്പ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ സാരി മുഴുവൻ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പേഷമായി. അപ്പോൾ സാരി എടുത്തുകൊണ്ട് പോകാൻ സമയത്ത് പറഞ്ഞു, സാരി എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു, അല്ല, ആ 2 പവൻ ഇരിപ്പുണ്ടല്ലോ, ഇനി പോകുന്നതിന് മുമ്പ് 2 പവൻ കൊടുത്തിട്ട് പോകണമെന്നല്ല വിചാരിക്കണേ, അതുങ്ങൾ എടുത്ത് ഇതിനങ്ങോട്ട് കൊടുത്തുകൂടെ, ആദ്യം നാളത്തെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ പിന്നത്തെ കല്യാണം, ഇത് നാളെ കല്യാണം നടക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്തു, 2 പവൻ സർവ്വ സാധനം എടുത്തു കൊണ്ടുവന്ന് കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി അങ്ങോട്ട് കരഞ്ഞ് അവിടെ മുഴുവനും പെരളിയായി. കുട്ടി വിചാരിക്കുന്നില്ല ഇങ്ങനെ കിട്ടുമെന്ന്. അതിന് കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു. അച്ഛൻ ട്രാൻസ്ഫറായിട്ട് പോരുകയും ചെയ്തു. അച്ഛൻ പറയുകയാണ്, പിന്നെ മറ്റേ കുട്ടിയുടെ കല്യാണം വന്നു. ഇത് ഈ പള്ളീനെ സഹായിച്ച കുടുംബം ഉണ്ടല്ലോ, ആ കുട്ടിയുടെ കല്യാണം വന്നു. അപ്പോൾ അച്ഛനെ സഹായിക്കണമെന്നുണ്ട്. പുതിയ അച്ഛൻ വന്നിട്ട് അധികം പരിചയമായിട്ടില്ല. അപ്പോൾ ഈ അച്ഛൻ തന്നെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോ 12 പവൻ, അതുപോലെ മുമ്പ് കൊടുത്തതിനേക്കാൾ ഇരട്ടി ഒരുപാട് സാരികൾ, പിന്നെ അതിന് വീടില്ലായിരുന്നു, അതിനൊരു വീട് സ്ഥലവും ഒക്കെ കൊടുക്കാൻ തക്ക ആളുകൾ എല്ലാ ഭാഗത്തുനിന്ന് വന്ന് അങ്ങോട്ട് സഹായിച്ചു. മനോഹരമായി, അച്ഛൻ വിചാരിച്ചതിനേക്കാൾ 1000 ഇരട്ടി മനോഹരമായിട്ട് ആ പള്ളീനെ സഹായിച്ച കുടുംബത്തിൻ്റെ കല്യാണവും ദൈവം നടത്തി. അപ്പോൾ അച്ഛൻ പറഞ്ഞത് മനസ്സിലായത്, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ആവുന്നത്ര ഉദാരമായി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അച്ഛൻ ആദ്യം ഒരു ഒന്നുമില്ലെന്ന് പറഞ്ഞ് പോകാൻ നിന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത്, ഒരു 1000 ഉറുപ്പിയെങ്കിലും എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. 1000 ഉറുപ്പിക തുടങ്ങി എന്താ, അത് മുഴുവനും എടുത്ത് കൊടുത്തു.
അതാണ് കർത്താവിൻ്റെ മനസ്സ്. എന്താ? അപ്പോൾ ബാക്കി അച്ഛൻ ഉദ്ദേശിച്ച ആ കുടുംബത്തെ സഹായിക്കണമല്ലോ, അതിന് വേറെ കർത്താവ് കൊടുത്തോളും. പ്രൈസ് ദി ലോർഡ്. ആവുന്നത്ര ഉദാരമായി കൊടുക്കുക. ഒന്നുകൂടെ വായിച്ചു നോക്കിയ വചനം, പ്രഭാഷകൻ 14, 11, 12. മകനെ, കഴിവിനൊത്ത് ചെലവ് ചെയ്യുക, കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക, പാതാളത്തിൽ പ്രവേശിക്കുന്ന സമയം നിനക്ക് അജ്ഞാതമാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നീ സ്നേഹിതന് വേഗം പോയി നന്മ ചെയ്യണം. നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക്, കൂടെ നിൽക്കുന്നവർക്ക്, തൊട്ടടുത്ത് പൈസ ഇല്ലാത്തവർ, ഞെരുക്കമുള്ളവർ, അവർക്ക് എല്ലാവർക്കും നീ ആവുന്നത്ര, നീ പരിചയമില്ലാത്തവർക്ക് ചെയ്താൽ വളരെ കൂടുതൽ അനുഗ്രഹം ഉണ്ടാവും. ആവുന്നത്ര ഉദാരമായി എന്ന് പറയുന്നത് ജനറസായി കൈ തുറന്ന് കൊടുക്കുക. അങ്ങനെ കൈ തുറന്നു കൊടുത്താൽ എന്താ അനുഗ്രഹം? കൈ തുറന്നു കൊടുത്താൽ കർത്താവിനാണ് നിങ്ങൾ കടം കൊടുക്കുന്നത്. കർത്താവിന് കടം കൊടുക്കുന്നത് തുല്യമാണ്. കർത്താവ് അത് അനേകരട്ടിയായി തിരിച്ചു തന്ന കടം വീട്ടും. നീ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് ആ കടം വീട്ടും.